നമസ്കാരം. നമസ്തേ, നമസ്തേ. ശ്രീലേഖയാണ് ഇന്നത്തെ വിഷയം. അതായത് മാഡം ശ്രീലേഖ. അതായത് അവര് ഇപ്പോഴും ആ IPS വിട്ട് വെളിയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ ഞാൻ ഇത് വലിയ രീതിയിൽ വിമർശിക്കുകയല്ല, എൻ്റെ ഒരു സഹതാപം കെട്ടഴിക്കുകയാണ്. അതായത് ഒരു ഒരു പ്രിവിലേജ് ഉണ്ട്. അതായത് ഇവര് സംസ്ഥാനത്തെ ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ്. അതോടൊപ്പം തന്നെ DGP ആയി. കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പൊ ഇവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. പ്രിവിലേജ്, അതായത് അതൊരു വലിയൊരു പ്രിവിലേജ് ആണ്. എപ്പോഴും മാഡം മാഡം എന്നുള്ള വിളികൾ, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന പോലീസുകാരെല്ലാം സല്യൂട്ട് അടിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു. അപ്പോൾ പാർട്ടിയിൽ ഇവർ ആദർശത്തിന്റെ പേരിലാണ് ഇവർ പാർട്ടിയിൽ കയറിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിയിൽ കയറി മത്സരിച്ചു, കൗൺസിലറായി കഴിഞ്ഞ് മേയർ സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അത് വളരെയധികം ഒരു പാർട്ടിയാണ്, പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും, അതൊന്നിച്ചൊരു അഭിപ്രായമാകുമ്പോഴാണ് ആ പാർട്ടിയുടെ സ്വരമാകുന്നത്. അപ്പോൾ പക്ഷേ ഇവരുടെ എതിർ അഭിപ്രായം എല്ലാം അത് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള സഭ അല്ലെങ്കിൽ പാർട്ടി അത് വ്യക്തമായിട്ട് അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. എൻ്റെ അറിവിൽ എല്ലാം ക്ലിയർ ആക്കിയതാണ്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദിജി വന്ന ആ ഒരു സമയത്ത് ഇവര് എല്ലാരും കാണുക, ഇവര് മാറി നിന്നിട്ട് അതുവഴി ഇറങ്ങിപ്പോയി പുള്ളിക്കാര്. അത് വളരെയധികം ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആ സീൻ കാണുമ്പോൾ ഒട്ടും ദഹിക്കുന്നില്ല. നമ്മുടെ VV രാജേഷ് ജിയും അതോടൊപ്പം തന്നെ ആശാനാഥും കൂടെ അവര് മേയറും ഡെപ്യൂട്ടി മേയറായി പ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസം അവര് ഇതേ കൂട്ടന്നെ ഇറങ്ങിപ്പോയി. അത് നമുക്ക് ഓക്കെ, അത് അവർക്ക് അവര് മേയർ ആഗ്രഹിച്ചു, പക്ഷെ മേയർ ആയില്ല. നമുക്കത് മനസ്സിലാക്കാം. വിഷമങ്ങൾ അത് തെറ്റാണ് കാണിച്ചത്. പക്ഷെ നമുക്ക് ഇവരെ പോലുള്ള ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് ഓക്കെ, അത് മനസ്സിലാക്കാം, മനുഷ്യനാണ്, മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് കാണിച്ച ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അത് BJP NDAയുടെ പ്രധാനമന്ത്രിയല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് കാണിച്ച പരിപാടി അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് സഭാകമ്പം ഉള്ള ആളാന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. പുള്ളിക്കാരി സഭാകമ്പമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം പുള്ളിക്കാരി ഇത്രയും നാൾ, എത്ര വർഷത്തെ 30 വർഷത്തിലേറെയുള്ള സർവീസല്ലേ അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് സഭാകമ്പം ഉള്ളത്? ഒരു പാർട്ടി, പ്രത്യേകിച്ച് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇനി വാടാ മക്കളെ, അല്ലെങ്കിൽ ഇനി വാ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ച് അങ്ങോട്ട് കേട്ടില്ല. നിങ്ങൾ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണ് ഈ RSS അല്ലെങ്കിൽ BJP എന്നുള്ള പാർട്ടിയിൽ. BJP, RSSനെ ആരും വിട്ടേക്ക്, BJP എന്നുള്ള പാർട്ടിയിൽ നിങ്ങൾ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങളിങ്ങനെ മാറി നിൽക്കും. ഇപ്പൊ എന്നെ വിളിക്കും, ആരും വിളിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും ആ ഒരു അതുല്യ മനുഷ്യനെ, മോദിജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ആ വിലയത്തിൽ എല്ലാവരും ഇങ്ങനെ തേജസ്വിയായ മനുഷ്യന്റെ അടുത്ത് എല്ലാവരും നിൽക്കുമ്പോൾ ഇവരെ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല. നിങ്ങളെ വിളിച്ചാൽ മാത്രം നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് വന്ന് നിൽക്കാമല്ലോ. അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണോ, ഇതാണ് ശ്രീലേഖ എന്ന് പരിചയപ്പെടുത്തണോ? എന്തായാലും ഞാൻ ഇതുവരെ താങ്കൾ ചെയ്ത എല്ലാ ഒരു പ്രവൃത്തിയിലും താങ്കൾക്ക് സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടിയിട്ടാണ് പല വീഡിയോകളും നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ മോശമായി പോയി, എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എങ്ങനെങ്കിലും കറങ്ങി തിരിഞ്ഞ് മാഡത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കുക, ഒരിക്കലും നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ 100 കാര്യങ്ങൾ അനുകൂലമായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഇപ്പൊ കണ്ടു. VV രാജേഷ് മേയർ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നില്ല, ഇവിടെ എയർപോർട്ടിൽ പോകുന്നില്ല. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അത് കഴിഞ്ഞേ ഇദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റൂ, പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റൂ. മാധ്യമങ്ങൾ അങ്ങനെ പല രീതിയിൽ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കും. പക്ഷെ താങ്കളെ പോലുള്ളൊരു ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടി, ഇത്രയും വലിയ മഹായോഗം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ തരേണ്ട പ്രിവിലേജുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇത് വിട്ടുപോയതാണ്. ഇത് വിട്ടുപോയെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നതല്ലേ നിങ്ങളുടെ ഇതിന്റെ ഒരു സ്വഭാവത്തിന്റെ സൗന്ദര്യം അല്ലെ മഹാത്മ്യം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കായിരിക്കും പ്ലീസ്. നമസ്തേ.